ഹലോ നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 6ാമത്തെ ചാപ്റ്ററായ ജനങ്ങൾ ജനങ്ങളാൽ എന്ന പാഠഭാഗമാണ് എടുക്കാൻ പോകുന്നത്. ഈ ചാപ്റ്ററിൽ നിന്ന് PSC പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാന പോയിന്റുകൾ മാത്രമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. പിന്നെ ഒരു കാര്യം കൂടി, PSC പരീക്ഷകൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണല്ലോ ഇന്ത്യൻ ഭരണഘടന. അപ്പോൾ ഇന്ന് എടുക്കാൻ പോകുന്ന ചാപ്റ്ററായ ജനങ്ങൾ ജനങ്ങളാൽ എന്ന പാഠഭാഗം ഭരണഘടനയുമായി ബന്ധപ്പെട്ട അടിസ്ഥാന ആശയങ്ങൾ ഉൾക്കൊള്ളുന്നവയാണ്. അതുകൊണ്ട് ഈ ഭാഗത്ത് നിന്ന് PSC പരീക്ഷകളിൽ ചോദ്യങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ തുടങ്ങല്ലേ. നമുക്ക് ഫസ്റ്റ് ഭാഗത്ത് നമുക്കിങ്ങനെ ആവശ്യമുള്ളതൊന്നുമില്ല. 2ാമത്തെ പേജ് മുതലാണ് ഉള്ളത്. ഇവിടെ മുതൽ ജനങ്ങൾ നേരിട്ടോ അവർ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളോ ഭരണപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന സംവിധാനമാണ് ജനാധിപത്യം. എന്താണ്? ജനങ്ങൾ നേരിട്ടോ അവർ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളോ ഭരണപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന സംവിധാനമാണ് ജനാധിപത്യം. അടുത്ത നമുക്ക് ആവശ്യമുള്ളത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ എന്താണ്? ഗ്രാമപ്രദേശങ്ങളിലെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളായ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് തുടങ്ങിയവയും നഗരപ്രദേശങ്ങളിലെ ഭരണസ്ഥാപനങ്ങളായ മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ എന്നിവയും ഉൾക്കൊള്ളുന്നവയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്? ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ. ഈ 5 ഉൾപ്പെടുന്നതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് എന്താണ്? 2 കോട്ടാണ്. 1, ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം. എന്താണ്? ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം. ഇത് ആരാണ് പറഞ്ഞത്? എബ്രഹാം ലിങ്കൺ ആണ്. ഇത് PYQ ആണ്. ഇതിനു മുന്നേ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കാം. എന്താണ്? ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം. ഇതാരുടെ വാക്കുകളാണ്? എബ്രഹാം ലിങ്കൻ്റെ വാക്കുകളാണിത്. ഓക്കെ, അടുത്തത് ജനാധിപത്യത്തെക്കുറിച്ചുള്ള എൻ്റെ സങ്കല്പം അതിന് കീഴിൽ ഏറ്റവും ദുർബലനും ശക്തനും തുല്യമായ അവസരം ഉണ്ടായിരിക്കണം എന്നതാണ്. അതായത് ജനാധിപത്യത്തിന് കീഴിൽ ഏറ്റവും ദുർബലനായാലും അതിപ്പോൾ ഏറ്റവും ശക്തനായാലും അതിപ്പോൾ പണം കൊണ്ടും മറ്റെന്ത് കാര്യം കൊണ്ടായാലും ജനാധിപത്യത്തിന് മുന്നിൽ തുല്യമായ അവസരം ഉണ്ടായിരിക്കണം എന്നതാണ്. ഇതാരാണ് പറഞ്ഞത്? മഹാത്മാഗാന്ധിജിയാണ് പറഞ്ഞത്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയതാണ് എന്താണ്? നമ്മളിപ്പോൾ പറഞ്ഞത് ജനാധിപത്യത്തെക്കുറിച്ച്. ഈ ജനാധിപത്യം ആദ്യമായി രൂപം കൊണ്ട് എവിടെ വെച്ചാൽ പുരാതന ഗ്രീസിലെ ഏഥൻസിലാണ് ജനാധിപത്യത്തിൻ്റെ ആദ്യ രൂപം ഉദയം ചെയ്തത്. അടുത്തത്, പൊതുകാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന പ്രക്രിയയിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും പങ്കെടുപ്പിച്ചിരുന്നുവെങ്കിലും ജനാധിപത്യം എന്ന ആശയം സംഭാവന ചെയ്യുന്നതിൽ ഏഥൻസ് പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പം ഇതിൽ നമുക്ക് ആവശ്യമുള്ളത് എന്താണ്? പുരാതന ഗ്രീസിലെ ഏഥൻസിലാണ് ജനാധിപത്യത്തിൻ്റെ ആദ്യ രൂപം ഉദയം ചെയ്തത്. അടുത്തത്, ഇന്ന് നിലവിലുള്ള ജനാധിപത്യ രീതിയുടെ തുടക്കം യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെ ഭാഗമായ ഇംഗ്ലണ്ടിൽ നിന്നാണ്. അപ്പോൾ ഇന്ന് നിലവിലുള്ള ജനാധിപത്യത്തിൻ്റെ തുടക്കം എവിടെയാണ്? യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെ ഭാഗമായ ഇംഗ്ലണ്ടിൽ നിന്നാണ്. അടുത്തത്, ജനപ്രതിനിധികളുടെ ഭരണം, പാർലമെൻറ്റ്, തിരഞ്ഞെടുപ്പ് ഈ 3 സംവിധാനങ്ങളും രൂപം കൊണ്ടത് ഇംഗ്ലണ്ടിലാണ്. അപ്പോൾ എന്താണ്? തിരഞ്ഞെടുപ്പ്, ജനപ്രതിനിധികളുടെ ഭരണം, പാർലമെൻറ്റ് എന്നീ സംവിധാനങ്ങൾ രൂപം കൊണ്ടത് ഇംഗ്ലണ്ടിലാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. തിരഞ്ഞെടുപ്പ്, ജനപ്രതിനിധികളുടെ ഭരണം, പാർലമെൻറ്റ് എന്നീ സംവിധാനങ്ങൾ രൂപം കൊണ്ടത് എവിടെയാണ്? ഇംഗ്ലണ്ടിലാണ്. അടുത്തത്, പുരാതന ഗ്രീക്ക് ചരിത്രകാരനായ ഹെറോഡോട്ടസ്. ആരാണ്? ഹെറോഡോട്ടസ് ആണ് ഡെമോക്രസി അഥവാ ജനാധിപത്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. ഡെമോസ്
ക്രാറ്റോസ് എന്നീ ഗ്രീക്ക് പദങ്ങൾ ചേർന്നാണ് ഡെമോക്രസി എന്ന വാക്ക് രൂപപ്പെട്ടത്. ഡെമോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജനങ്ങൾ. ക്രാറ്റോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അധികാരം. അപ്പോൾ ഈ രണ്ട് വാക്കുകൾ ചേർന്നാണ് ജനങ്ങളുടെ അധികാരം അഥവാ ജനങ്ങളുടെ ഭരണം എന്ന വാക്ക് രൂപപ്പെട്ടത്. അടുത്ത് പറയുന്നത് ഗ്രാമസഭയെ പറ്റിയിട്ടാണ്. എന്താണ്? ഒരു പ്രദേശത്തിൻ്റെ ഭരണവികസന പ്രക്രിയയിൽ എല്ലാ ജനങ്ങൾക്കും പങ്കാളികളാകാനും തീരുമാനങ്ങൾ എടുക്കാനും അവസരം ലഭിക്കുന്ന വേദികളാണ് ഗ്രാമസഭകൾ. അപ്പോൾ എന്താണ് ഗ്രാമസഭ? ഒരു പ്രദേശത്തിൻ്റെ ഭരണവികസന പ്രക്രിയയിൽ എല്ലാ ജനങ്ങൾക്കും പങ്കാളികളാകാനും തീരുമാനങ്ങൾ എടുക്കാനും അവസരം ലഭിക്കുന്ന വേദികളാണ് ഗ്രാമസഭകൾ എന്ന് പറയുന്നത്. പിന്നെ ഒരു പഞ്ചായത്തിലെ ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കപ്പെട്ട മുഴുവൻ ജനങ്ങളും ഗ്രാമസഭയിലെ അംഗങ്ങളാണ്. അപ്പോൾ എന്താണ് പറഞ്ഞത്? ഒരു ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കപ്പെട്ട മുഴുവൻ ജനങ്ങളും ഗ്രാമസഭയിലെ അംഗങ്ങളാണ്. ഗ്രാമപ്രദേശങ്ങളിൽ ഗ്രാമസഭ എന്നും നഗരപ്രദേശങ്ങളിൽ ഇവ വാർഡ് സഭ എന്നുമാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നത് ഗ്രാമപ്രദേശങ്ങളിൽ ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നത് വാർഡ് മെമ്പറും നഗരപ്രദേശങ്ങളിൽ വാർഡ് സഭ വിളിച്ചു ചേർക്കുന്നത് കൗൺസിലറുമാണ്. ഓക്കെ, അടുത്തത് നമുക്ക് ആവശ്യമുള്ളതാണ് പങ്കാളിത്ത ജനാധിപത്യം അഥവാ പ്രത്യക്ഷ ജനാധിപത്യം. എന്താണ്? ജനങ്ങൾ നേരിട്ട് ഭരണകാര്യങ്ങളിൽ പങ്കാളികളാകുന്ന ഭരണവ്യവസ്ഥയാണ് പങ്കാളിത്ത ജനാധിപത്യം അല്ലെങ്കിൽ പ്രത്യക്ഷ ജനാധിപത്യം എന്ന് പറയുന്നത്. എന്താണ്? ജനങ്ങൾ നേരിട്ട് ഭരണകാര്യങ്ങളിൽ പങ്കാളികളാകുന്ന ഭരണവ്യവസ്ഥയാണ് പങ്കാളിത്ത ജനാധിപത്യം അല്ലെങ്കിൽ പ്രത്യക്ഷ ജനാധിപത്യം എന്ന് പറയുന്നത്. താരതമ്യേന ജനസംഖ്യയും ഭൂവിസ്തൃതിയും കുറഞ്ഞ പ്രദേശങ്ങളിലാണ് പ്രത്യക്ഷ ജനാധിപത്യം അഥവാ പങ്കാളിത്ത ജനാധിപത്യം സാധ്യമാകുന്നത്. അപ്പോൾ പങ്കാളിത്ത ജനാധിപത്യം സാധ്യമാകുന്നത് എവിടെയാണ്? താരതമ്യേന ജനസംഖ്യയും ഭൂവിസ്തൃതിയും കുറഞ്ഞ പ്രദേശങ്ങളിലാണ് ഇത് സാധ്യമാകുന്നത്. ഓക്കെ, ഈ ഭാഗത്ത് നമുക്ക് ഈ കാര്യം മാത്രമേ ഉള്ളൂ. അടുത്തതിലേക്ക് നോക്കാം. ഇതാ വളരെ ഇമ്പോർട്ടൻ്റ് ആയതാണിത്. കേരള നിയമസഭ. കേരള സംസ്ഥാനത്തിൻ്റെ നിയമനിർമ്മാണ സഭയാണ് കേരള നിയമസഭ. എന്താണ്? കേരള സംസ്ഥാനത്തിൻ്റെ നിയമനിർമ്മാണ സഭയാണ് കേരള നിയമസഭ. ഇതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരത്താണ്. ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരത്താണ് ഇതിൻ്റെ ആസ്ഥാനം. 1888 സ്ഥാപിച്ച തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ, 1904 സ്ഥാപിതമായ ശ്രീമൂലം പ്രജാസഭ, 1949 തിരുക്കൊച്ചി നിയമനിർമ്മാണ സഭ എന്നിവ കേരള നിയമസഭയുടെ വഴികാട്ടികളാണ്. അപ്പോൾ കേരള നിയമസഭയുടെ വഴികാട്ടികൾ ഏതൊക്കെയാണ്? തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ, പിന്നെ ശ്രീമൂലം പ്രജാസഭ, തിരുക്കൊച്ചി നിയമനിർമ്മാണ സഭ. ഇതൊക്കെയാണ് കേരള നിയമസഭയുടെ വഴികാട്ടികൾ എന്ന് പറയുന്നത്. പിന്നെ ഈ വർഷമല്ലേ നമ്മൾ നോട്ട് ചെയ്യണം. ഇപ്പോൾ തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ സ്ഥാപിച്ച വർഷം 1888, ശ്രീമൂലം പ്രജാസഭ സ്ഥാപിതമായത് 1904, തിരുക്കൊച്ചി നിയമനിർമ്മാണ സഭ സ്ഥാപിതമായത് 1949. അടുത്തത് കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം 1957 ഏപ്രിൽ 27 ഏപ്രിൽ 27 ആയതുകൊണ്ട് തന്നെ എല്ലാ വർഷവും ഏപ്രിൽ 27 നിയമസഭാ ദിനമായി ആചരിക്കുന്നു. എന്താണ്? നിയമസഭാ ദിനമായി ആചരിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെ ചില ഡേറ്റ് ഒക്കെ PSC ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയതാണ്. ഓക്കെ, അടുത്തതാണ് പരോക്ഷ ജനാധിപത്യം അഥവാ പ്രാതിനിധ്യ ജനാധിപത്യം. എന്താണിത്? ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ. ആരാണ്? ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളാണ്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ പരോക്ഷ ജനാധിപത്യത്തെ പറ്റി. അവിടെ എന്താണ്? അവിടെ ജനങ്ങൾ നേരിട്ടാണ്. ഇവിടെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളാണ്. MLA-മാരൊക്കെ അല്ലേ? അതുപോലൊക്കെ തന്നെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന ജനാധിപത്യ രീതിയാണ് പരോക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പ്രാതിനിധ്യ ജനാധിപത്യം. ഇവിടെ ജനസംഖ്യയും ഭൂവിസ്തൃതിയും കൂടിയ രാജ്യങ്ങളിൽ പ്രാതിനിധ്യ ജനാധിപത്യം
പ്രാതിനിധ്യ ജനാധിപത്യമാണ് പ്രായോഗികമായിട്ടുള്ളത്. ഓക്കെ, നമ്മുടെ ഇന്ത്യ ഒരു പരോക്ഷ ജനാധിപത്യം അഥവാ പ്രാതിനിധ്യ ജനാധിപത്യ രാജ്യമാണ്. ഇന്ത്യ, അമേരിക്ക, ജർമ്മനി ഇതൊക്കെ പ്രാതിനിധ്യ ജനാധിപത്യ രാജ്യമാണ്. പ്രത്യക്ഷ ജനാധിപത്യത്തിന് ഉദാഹരണമായതെന്ന് വെച്ചാൽ സ്വിറ്റ്സർലൻഡൊക്കെ അതിന് ഉദാഹരണമാണ്. നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഏതെന്ന് വെച്ചാൽ അത് ഇന്ത്യയാണ്. ഓക്കെ, എന്താണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഏതെന്ന് വെച്ചാൽ അത് ഇന്ത്യയാണ്. അടുത്തത് ജനാധിപത്യത്തിൻ്റെ സവിശേഷതകൾ. ഇത് ചിലപ്പോൾ നമുക്കിങ്ങനെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഒക്കെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസിലൊക്കെ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒന്ന് ജസ്റ്റ് നോക്കി വയ്ക്കണം കേട്ടോ. എന്താണ് ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾക്കാണ് പരമമായ അധികാരം. പിന്നെ സ്വാതന്ത്ര്യവും നീതിപൂർവകവുമായ തിരഞ്ഞെടുപ്പായിരിക്കും. ഗവൺമെൻറ്റിനെ വിമർശനത്തിലൂടെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന പ്രതിപക്ഷം. ഈ പ്രതിപക്ഷമൊക്കെ ഇങ്ങനെ ഗവൺമെൻറ്റിനെ നമ്മുടെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അപ്പോൾ അത് കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നുണ്ട്. പിന്നെ നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന നിയമവാഴ്ച. ജനങ്ങളെയും ഭരണകൂടത്തെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന സ്വതന്ത്ര വാർത്താ മാധ്യമങ്ങൾ, മീഡിയാസൊക്കെ. പിന്നെ സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥയായിരിക്കും. ഓക്കെ, അടുത്ത പ്രധാനപ്പെട്ടതാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. യാതൊരു വിവേചനങ്ങളുമില്ലാതെ നിശ്ചിത പ്രായം പൂർത്തിയായ എല്ലാവർക്കും തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശത്തെയാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറയുന്നത്. 1989 വരെ ഇന്ത്യയിൽ വോട്ടവകാശത്തിനുള്ള പ്രായം 21 ആയിരുന്നു. ഇപ്പോൾ അത് 18 ആണ്. അടുത്തത് തിരഞ്ഞെടുപ്പിൻ്റെ ഘട്ടങ്ങൾ. ഇത് ചോദിക്കാം. ഓക്കെ, എന്താണ് തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിയമിക്കൽ, തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം, നാമനിർദ്ദേശക പത്രിക സമർപ്പിക്കൽ, പത്രിക സൂക്ഷ്മ പരിശോധന, നാമനിർദ്ദേശ പത്രിക പിൻവലിക്കൽ, തിരഞ്ഞെടുപ്പ് പ്രചരണം, വോട്ടെടുപ്പ്, വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും. ഓക്കെ, അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ഇതാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റിയാണ് പറയുന്നത്. എന്താണ് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നീ പദവികളിലേക്കും പാർലമെന്റ്, സംസ്ഥാന നിയമസഭകൾ എന്നിവിടങ്ങളിലേക്കും സ്വതന്ത്രവും നീതിപൂർവകവുമായ തിരഞ്ഞെടുപ്പ് നടത്തുകയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല. 3 അംഗങ്ങളുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉൾപ്പെടെ എല്ലാവരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. എന്താണ് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പാർലമെന്റ്, സംസ്ഥാന നിയമസഭ എന്നിവിടങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തുന്നു. തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ 3 അംഗങ്ങളാണ് ഉള്ളത്. അടുത്തെന്താണ് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉൾപ്പെടെ മറ്റ് അംഗങ്ങളെ എല്ലാം നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. ഓക്കെ, ഈ ചാപ്റ്ററിൽ ഇത്ര പറയുന്നുള്ളൂ. നമുക്ക് നമ്മുടെ PSC എക്സാമിന് ആവശ്യമുള്ള പോയിൻറ്റ്സ് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ PSC എക്സാമുകളിൽ ഈ പോയിൻറ്റ്സൊക്കെ മാത്രം നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. INTP ആണ്. ഓക്കെ.